ഹലോ എല്ലാവർക്കും വേളാങ്കണ്ണി വ്ളോഗിലേക്ക് സ്വാഗതം. കാരണം ഞാൻ കൂടുതലായി ചെയ്യുന്നത് വേളാങ്കണ്ണി വ്ളോഗ്സാണ്. ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമാണ് റെക്കോർഡ് ചെയ്യുന്നത്. കാരണം പലപ്പോഴും റെക്കോർഡ് ചെയ്യുമ്പോൾ കട്ടായി പോകുന്നു. ഇത് ലാസ്റ്റ് തവണയാണ്. ഇത് നന്നായാലും ചീത്തയായാലും ഞാനങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. കഴിഞ്ഞ ഫെബ്രുവരി 17 തിങ്കളാഴ്ച എടുത്ത തീരുമാനമാണ്. ഡേറ്റ് കറക്റ്റാണോ എന്തോ 17 തോന്നുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് എടുത്ത തീരുമാനമാണ്. ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിയോട് കൂടി എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. പിന്നെ പാലിശ്ശേരിയിലെത്തി. അവിടെ നിന്ന് അപ്പച്ചനും അമ്മച്ചീനെയും കയറ്റി ഞങ്ങളങ്ങനെ യാത്ര തിരിച്ചു. കണ്ട ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലം. അമ്മ പറയായിരുന്നു മാങ്ങയൊക്കെ കാണിക്കാൻ. വേണമെങ്കിൽ നമുക്ക് ആ മാങ്ങ പൊട്ടിക്കാൻ വേളാങ്കണ്ണിയിൽ എത്തിയിട്ട് മാങ്ങ ഇട്ട് മീൻകറി വെക്കാമെന്നൊക്കെ പറയായിരുന്നു അമ്മ. ഞാൻ പറഞ്ഞ അത്രയും ഡെക്കറേഷൻ നമുക്ക് ആവശ്യമില്ല, നമുക്കങ്ങോട്ട് തുടങ്ങാം യാത്ര. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് യാത്ര തുടങ്ങി. നമ്മുടെ ചുരം ഓഫ് കോഴ്സ് നമുക്കിത് വീഡിയോ എടുക്കാതെ പറ്റില്ല. അതൊരു മാൻഡേറ്ററി ഐറ്റമായി പോയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈ ചുരം കയറി ഇറങ്ങി പല വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നൈറ്റിൽ ഭയങ്കര കംഫർട്ടായിട്ട് യാത്ര ചെയ്യുക എന്നതായിരുന്നു ഉദ്ദേശം. ഞങ്ങൾ കുറച്ചായി രാത്രി യാത്രകൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിത് പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് റോഡുകളൊക്കെ വളരെ നല്ലതാണ്, നമുക്ക് മെയിൻ റോഡിൽ കൂടെ പോയി ഇടവഴികളൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ രാത്രിയിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര നല്ല ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് കേട്ടോ രാത്രിയിലൊക്കെ. വളരെ കുറച്ചായിട്ടുള്ളൂ പകൽ യാത്ര തുടങ്ങിയിട്ട്. അപ്പോൾ കുക്കു എൻ്റെ അടുത്തിരുന്ന് കുറച്ചിങ്ങനെ വീഡിയോ എടുത്തപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. രാത്രി യാത്രയിൽ ഇവർക്ക് എന്താ ബുദ്ധിമുട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അവരുടെ ഉറക്കത്തിൻ്റെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, വീട്ടിൽ കിടന്നുറങ്ങേണ്ട, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുക്ക് വളരെ ചെറിയ ആളായതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് രാത്രിയിലത്തെ കുറച്ച് വാശിയും ഒരു എന്താ പറയുക, അവരുടെ ഒരു പലതരം വാശികളുണ്ടല്ലോ. ഒരു വൃത്തികെട്ട ഇടയ്ക്കിടയ്ക്ക് ഒരു വാശി എടുക്കുക, കരച്ചിലെടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു അവൾക്ക്. കുഴപ്പമില്ല. പക്ഷെ അവൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു 11 മണി 11:30 ആയപ്പോഴേക്കും കയ്യിലിരുന്ന് സുഖമായിട്ട് തന്നെ ഉറങ്ങി. പിന്നെ ഞങ്ങൾ ഒരു വഴിക്ക് തമിഴ്നാട് കഴിഞ്ഞ് കുറേ എത്തിയപ്പോൾ പഴനിയൊക്കെ കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് 1 മണിയൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ചായ കുടിക്കാൻ കയറി. അവിടെ നിന്ന് ഞങ്ങൾ പള്ളി എത്തി. പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം വീഡിയോയിൽ. ഒരു 4 മണി ആയപ്പോഴേക്കും നമ്മൾ പള്ളിയിലെത്തിയായിരുന്നു കേട്ടോ. ആ സ്ഥലത്ത് എത്തിയായിരുന്നു വേളാങ്കണ്ണിയിൽ. അങ്ങനെ ഞങ്ങൾ വെളുപ്പിനെത്തി. നമ്മളൊരു വീട് ഓൾറെഡി അവിടെ നമ്മൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ തവണയും ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ കുറേ നാളായിട്ട് സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോയത്. ഈ വെളുപ്പിന് 4 മണിക്ക് എത്തുന്നത് വളരെ ചരിത്രങ്ങളിൽ ആദ്യമായിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി ഒന്ന് ഫ്രഷൊക്കെ ആയി പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോകുന്ന വീഡിയോസാണിത്. വളരെ കുറച്ച് ക്ലിപ്പിങ്സാണ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേയൊക്കെ മനഃപൂർവ്വം എനിക്ക് വയ്യാത്തതുകൊണ്ട് എനിക്കത് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, എനിക്കിഷ്ടമുള്ള പല വ്ളോഗേഴ്സ് അങ്ങനെ പറയുമ്പോൾ അവർക്ക് എന്താ എടുത്തത് കാണിച്ചുകൂടെ എന്ന് തോന്നും. പക്ഷെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് വീഡിയോസ് എടുക്കുമ്പോഴാണ് ഞാൻ ഭയങ്കര വ്ളോഗറായിട്ടതില്ല കേട്ടോ. നമ്മൾ വെറുതെങ്കിലും വീഡിയോ എടുക്കൂലേ, പക്ഷെ പല സാഹചര്യങ്ങളും നമ്മളങ്ങനെ മിസ് ഔട്ട് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഒരു 5 മിനിറ്റ് നടത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് ചർച്ചിൽ പോകുന്നത്. ചർച്ച് എന്ന് പറയുന്നത് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാളം കുർബാന. അപ്പോൾ അവിടെ എപ്പോഴും എല്ലാ ദിവസവും 9 മണിക്ക് മലയാളം കുർബാന ഉണ്ടായിരിക്കും. സാറ്റർഡേയും സൺഡേയും മാത്രം നമുക്കവിടെ കാഴ്ചവെപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് കുർബാനയുടെ ഇടയ്ക്ക്, അറിയാത്തവർക്കായിട്ട് പറയുകയാണ്. അത് അവിടെ നിന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കാഴ്ചവെപ്പിനുള്ള ഐറ്റം അവിടെ നിന്ന് തന്നെ കിട്ടും. ഞങ്ങൾ പോയത് ഇടദിവസം ആയതുകൊണ്ട് കാഴ്ചവെപ്പ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർക്ക്, അറിയുന്നവർക്ക് അതിൻ്റെ മുകളിൽ കൊയർ ടീമിൻ്റെ അവിടെ നിന്ന് പാടാൻ പറ്റും. അവിടെ സ്ഥിരം 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ സിസ്റ്റേഴ്സ് മാറുമ്പം വേറെ മലയാളി സിസ്റ്റേഴ്സ് വരും. പക്ഷെ എങ്കിലും സ്ഥിരം 2 മലയാളി സിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഒരു പാട്ട് പാടുന്ന ഒരു ചേട്ടനുണ്ട്. ചില ദിവസങ്ങളിൽ ആ ചേട്ടൻ ഉണ്ടാവാറില്ല. അപ്പോൾ നമ്മളോട് പറയും, അറിയാവുന്നവർക്ക് കയറി പാടാമെന്ന് പറയും. പിന്നെ ബൈബിൾ വായിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ പോയി പള്ളിയുടെ ബാക്കിൽ അവിടെ അച്ഛന്മാരുടെ ആ സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈബിൾ വായിക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പള്ളീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്. ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. മോർണിംഗ് സ്റ്റാർ പള്ളിയുടെ തൊട്ട് ചേർന്നിട്ടാണ് മറ്റേ മാതാവിൻ്റെ അത്ഭുതക്കോളവും മറ്റേ മുട്ടുത്തി കീറുന്ന പള്ളിയും ഒക്കെ ഇരിക്കുന്നത്. അതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു പള്ളിയാണ്.
നമുക്ക് ആ പള്ളിയിൽ കയറുമ്പോൾ ഓരോ സ്ഥലത്തും ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയില്ല, അവിടെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. ഞാൻ നല്ല രീതിയിൽ കുർബാന കണ്ടു, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ വെച്ചാൽ പോകുന്നതാട്ടെ, ഞാനപ്പോൾ അടുത്ത് ചെന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ മാതാവും എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് മുന്നേ ഒക്ടോബർ ലാസ്റ്റ് ഞാൻ വേളാങ്കണ്ണിയിൽ പോയിരുന്നു. ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിരുന്നു, ഇതുപോലെ തന്നെ 2 ദിവസത്തേക്ക്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് പോകാൻ പറ്റി. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്തതാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ഭയങ്കര ചൂടും ഭയങ്കര വെയിലുമായിരുന്നു കേട്ടോ. ഒന്നാമത് കടപ്പുറം സൈഡ്, അപ്പോൾ അവിടുത്തെ ചൂടും അതിൻ്റെ വെയിൽ നമുക്ക് ഊഹിക്കാം. അത്രയും തന്നെ നല്ല ഇതായിരുന്നു. പിന്നെ അവർ കുറേ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ നമുക്ക് തണലിൽ നടക്കാം. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളിയിൽ കഴിഞ്ഞ് പിള്ളേരെയും അമ്മച്ചിയൊക്കെ വീട്ടിൽ പോയിട്ട് അതന്നെ വീട്ടിലേക്ക് ചെന്നു. ഞങ്ങൾ നേരെ മീൻ മാർക്കറ്റിലേക്ക് വന്നു മീൻ വാങ്ങാനായിട്ട്. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ഇപ്രാവശ്യം. കഴിഞ്ഞ 2-3 തവണയായിട്ട് നമ്മൾ അവിടുത്തെ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക ചെയ്തത്. അപ്പോൾ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ കുട്ടികൾക്കും ഭക്ഷണം മര്യാദയ്ക്ക് എത്തൂല, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവിടെ നിന്ന് ബിരിയാണിക്ക് വാങ്ങിച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്ലേവറിലല്ല അവിടുത്തെ ബിരിയാണി കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്രാവശ്യം തൊട്ട് ഞങ്ങൾ മുന്നേ കുക്ക് ചെയ്തായിരുന്നു. പിന്നെ ഈ കുക്കിങ്ങും ഈ പള്ളിയിൽ പോലും വരലൊക്കെ ക്ഷീണമായതുകൊണ്ട് നമ്മളത് നിർത്തി വെച്ചേക്കായിരുന്നു. പക്ഷേ എനിക്കത് പിന്നെയും വീട്ടിൽ കുക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധിതയായി. കാരണം കുട്ടികളുടെ കാര്യം നമുക്ക് മെയിനാണല്ലോ. അപ്പോൾ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം ഇതായതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വളരെ കുറച്ച് കുഞ്ഞു പാത്രങ്ങളാണ് കൊണ്ടുപോയത്. ബാക്കി വലിയ പാത്രങ്ങൾ, ചോറ് വയ്ക്കാനും കറി വയ്ക്കാനുള്ള വലിയ പാത്രങ്ങൾ, ചട്ടിയൊക്കെ നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. സ്റ്റൗവും ഗ്യാസ് അടുപ്പും എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട്, നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ ഹോളാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. കുക്ക് എന്തോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ, വെള്ളം വേണമെന്നെന്തോ. അത് കഴിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 2 മണിക്കൂർ റെസ്റ്റൊക്കെ ചെയ്ത് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോൾ എടുത്ത തീരുമാനമാണ് കുക്കുവിൻ്റെ തല മൊട്ടയടിക്കാം. ബൈജേട്ടൻ പറഞ്ഞു ബൈജാൻ്റെ തലയും കുക്കുൻ്റെ തലയും മൊട്ടയടിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അടിക്കണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അവൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങാറായി, സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ മൊട്ടയടിച്ച് കഴിഞ്ഞാൽ അവൾക്കത് ഇഷ്ടമല്ലെങ്കിലോ, അപ്പോൾ നമുക്കിപ്പോൾ ലാസ്റ്റത്തേക്ക് ഒന്നും കൂടി അടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി, കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ നേർച്ചയൊക്കെ നടത്തി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഒരു 2 ദിവസം, പിറ്റേ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ പോരുന്നതുകൊണ്ട് തന്നെ എല്ലാ പള്ളിയിലും പോയി തീർക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുക്കുൻ്റെ തലയിൽ മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തു. കുറച്ച് ദിവസത്തേക്ക് ഇനി മുടിയൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ച് തലയിൽ വെച്ച് കൊടുത്തു. ഞങ്ങൾ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇവിടുത്തെ വേളാങ്കണ്ണിയിലെ ചായ, എസ്പെഷ്യലി തമിഴ്നാട്ടിലെ ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടാവും, നല്ല പശുപാലിന് കട്ടി ഉണ്ടാവും. നല്ല സ്ട്രോങ് അല്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്നൊരു സ്ട്രോങ്ങിലായിരിക്കും. എനിക്ക് ഇവിടുത്തെ കാപ്പിയും ചായയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ തൊണ്ടഭാഗ്യമില്ലാത്ത കാരണം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് അവിടെ നിന്നാണ് കിട്ടിയത്. അതൊരു വട്ട ചായയായിരുന്നു. അത് വട്ട ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കുടിക്കുന്ന ഓരോ കടകളുണ്ടല്ലോ വേളാങ്കണ്ണി പള്ളിയിൽ, എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കിട്ടിയില്ല. അങ്ങനെ ഇത് നമ്മൾ കയറിയ ബസിലിക്ക പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് വശമാണ്. ഈ പള്ളിയിൽ 4 വലിയ, ഈ പള്ളിയുടെ ഇതിൽ 4 പള്ളികളുണ്ട്. അടിയിൽ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ മുകളിലുള്ളത് വേറൊരു പള്ളിയാണ്, ബാക്കിൽ ബസിലിക്ക പള്ളി, പിന്നെ നടുക്ക് വേറൊരു പള്ളി. അങ്ങനെയല്ലെങ്കിൽ എന്നെ കറക്റ്റ് ചെയ്യൂ. 3-4 പള്ളിയുണ്ട് അവിടെ. പിന്നെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് മുട്ടുത്തി കയറുന്ന പള്ളി. മുട്ടുത്തി കയറിയിട്ട് നമ്മൾ എത്തുന്നത് ഒരു ചെറിയൊരു പള്ളിയല്ല, അത് ഒരു കപ്പേള പോലെയാണത്. അവിടെ കുർബാനയൊന്നുമില്ല. ആ മുട്ടുത്തി കയറുന്ന പള്ളിയിലേക്ക് പോകുന്ന വഴിയുടെ റൈറ്റ് സൈഡിലാണ് മോർണിംഗ് സ്റ്റാർ പള്ളി. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും നമ്മൾ ആ മെയിൻ ബസിലിക്കയുടെ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഇതുപോലെ തന്നെ കപ്പേള പള്ളികളുണ്ട്. അങ്ങനെ ഒരു കോമ്പൗണ്ടിന് ചുറ്റും കപ്പേളകളായിട്ടുള്ള അങ്ങനെയാണ്. ഓരോന്നിനും ഓരോ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ മെയിൻ പള്ളിയുടെ അവിടെ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലുള്ളത് കുമ്പസാരിക്കാനുള്ളതും അവിടെ ആരാധനാലയം അങ്ങനത്തെയൊക്കെയുള്ള രീതിക്കുള്ള പള്ളിയാണ് അവിടെ. പിന്നെ അവിടെ കൗൺസിലിംഗ് ഉണ്ട്, കുമ്പസാരമുണ്ട്. പ്രത്യേകം നമുക്കൊരു അച്ഛനോട് സംസാരിച്ച് നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൗൺസിലിംഗ് തന്നെ, അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളവിടെ പോയ സമയത്ത് മലയാളികളായിട്ടുള്ളൊരു ടീം വന്നിട്ട് അവരെന്താ വലിയ മെഴുകുതിരി പിടിച്ചിരിക്കുകയാണ്, കൊന്ത ചൊല്ലുന്നുണ്ടായിരുന്നു നല്ല സൗണ്ടിൽ. എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ നേരെ കുർബാനയ്ക്ക്
ക്യാഷ് കൊടുക്കാൻ പോയി. ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകിച്ചൊരു കാര്യം എഴുതി ചേർക്കേണ്ടതില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരത് ചെറിയ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുർബാനയ്ക്ക് 150 രൂപ. അങ്ങനെ എത്ര കുർബാന വേണമെങ്കിലും നമുക്കവിടെ ചൊല്ലാം. നമുക്കതിൻ്റെ ഒരു സ്ലിപ്പും കിട്ടും. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്ന് മുട്ടുത്തി കയറുന്ന പള്ളിയിൽ പോയി. ഞങ്ങൾ കുരിശിൻ്റെ വഴി എത്തിച്ചിട്ടാണ് ആ പള്ളിയിലേക്ക് ചെന്നത്. അങ്ങനെ നമ്മൾ കയറി, കണ്ടോ മോർണിംഗ് സ്റ്റാർ ചർച്ചാണ് കേട്ടോ ഞാൻ ആ കാണിക്കുന്നത്. മുട്ടുത്തി കയറി വരുന്നത് ഈ ഒരു കപ്പോള പള്ളിയിലേക്കാണ്. ഇതിൻ്റെ ഇപ്പുറത്തൊരു ഗ്രോട്ട പോലെ കണ്ടില്ല, അവിടെ കുർബാന എത്തിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് ഈ കുരിശിൻ്റെ വഴി ടൈമിലുള്ള ഞങ്ങളുടെ വലിയ നോമ്പ് സമയങ്ങളിൽ കുരിശിൻ്റെ വഴി കഴിയുമ്പോൾ അവിടെ ഒരു കുർബാന, തമിഴ് കുർബാന എത്തിക്കും. അങ്ങനെ ആ പള്ളിയിൽ പോയി അവിടെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് നേരം പിള്ളേർ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവരുടെയൊക്കെ ഒരു ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ തലമുടി മുറിക്കേണ്ട കാര്യത്തിനെ പറ്റി, തലമൊട്ടയടിക്കേണ്ട കാര്യത്തിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അങ്ങനെ കുക്കുവിൻ്റെ മുല്ലപ്പൂവൊക്കെ അവൾ തന്നെ ഊരി. പിന്നെ അവിടെ അത്ഭുത കുളം ഉണ്ടല്ലോ, മാതാവ് പ്രത്യക്ഷപ്പെട്ട കുളം, ആ കുളത്തിൻ്റെ അവിടെ പോയി ഞങ്ങൾ അത് പ്രാർത്ഥിച്ചു. പിന്നെ ഇതാണ് കേട്ടോ ആ പള്ളി. അതിൻ്റെ ഉള്ളിൽ മാതാവിൻ്റെ സ്റ്റാച്ചുവും ആ ബാലൻ്റെ സ്റ്റാച്ചുവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നു, തിരിച്ചു വന്നു. നൈറ്റ് ആ പള്ളിയുടെ ഒരു അന്തരീക്ഷമേ വേറെ രീതിയാവും. എനിക്കപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ആ വൈകുന്നേരം. ഉച്ചയ്ക്കൊന്നും എനിക്കിഷ്ടമില്ല, വൈകുന്നേരം ഇഷ്ടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ് എനിക്ക് കൂടുതൽ കംഫർട്ട്. വൈകുന്നേരം രാത്രി ഒരു ടൈമില്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് നല്ല തണുത്ത കാറ്റ് കിട്ടും, നന്നായിട്ട് നമുക്ക് നല്ല ഫ്രഷ് ആവും നമ്മുടെ മൈൻഡൊക്കെ. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ മുടി മൊട്ടയടിക്കാനുള്ള സ്ഥലത്തെത്തി. ഇത് പള്ളിയുടെ തന്നെ സ്ഥലമാണ്. നമ്മളൊരാൾക്ക് 50 രൂപ ഫീസ് ഉണ്ട്. നമ്മൾ 50 രൂപ എടുത്തിട്ട് അവിടെ പോയിരുന്നാൽ മതി. ഇപ്രാവശ്യം മുടി പഠിച്ച ചേട്ടൻ ഭയങ്കര ക്ഷമയുള്ള ചേട്ടനാണ്. കുട്ടികളുടെ മുടി പഠിക്കുമ്പോൾ പ്രത്യേകം അവരിങ്ങനെ തല അങ്ങോട്ട് ഇങ്ങോട്ട് കാട്ടൊക്കെ ചെയ്യും. ചേട്ടൻ അതൊക്കെ നോക്കി ഭയങ്കര ഞങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ ലാസ്റ്റ് വന്നപ്പോൾ. ഞങ്ങൾ 7:30 എത്തിയപ്പോൾ 7:50 അവർ അടയ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടൻ വടിച്ച് തന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ ചേട്ടൻ ഭയങ്കര എന്താ പറയുക, സ്ലോവിൽ മുടിയൊക്കെ വടിച്ച് നല്ല നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനാക്കി തന്നു. ആദ്യം ബൈചേട്ടൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് കുക്കുവിൻ്റെ പഠിച്ചു. ബൈചേട്ടൻ പഠിക്കുന്നത് കണ്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു കുക്കുവിന് അത്രയും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഫോണൊക്കെ വെച്ചു കൊടുത്തു, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആ ചേച്ചി കണ്ടോ, ആ ചേച്ചിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നു, നല്ല മുടി ഉണ്ടായിരുന്നു. മുടി നല്ല നീട്ടമുണ്ടായിരുന്നു ബാക്കിൽ. അപ്പോൾ ആ ചേച്ചി ആ മുടി കട്ട് ചെയ്ത് അവിടെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടി മൊട്ടയടിച്ച് പോവാ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പറയണം, അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഒത്തിരി മുടിയുള്ളവർ മുടി മുറിച്ച് അവിടെ ഡൊണേറ്റ് ചെയ്യും. അത് ക്യാൻസർ പേഷ്യൻസിന് മുടി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് ചെല്ലുക. അപ്പോൾ അത് കഴിഞ്ഞ് അവർ മുടി ഫുൾ, ചിലവർ അത്രയും കട്ട് ചെയ്ത് അത്ര നിർത്തും, ചിലവർ ഫുൾ ഹെയർ റിമൂവ് ചെയ്യാൻ പറയും, തല മൊട്ടയടിക്കാൻ പറയും. അങ്ങനെ ഞങ്ങൾ മാത്രമേ ലാസ്റ്റ് ഉണ്ടായുള്ളൂ. 1-2 ടീംസ് ഉണ്ടായിരുന്നവർ, 2 കൂട്ടരും കൂടി ഉണ്ടായിരുന്നു. അവരുടെയും ഏകദേശം ഞങ്ങൾ ഇറങ്ങുന്നതോടൊപ്പം തന്നെ അവരുടെയും കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഷോപ്പ് ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. ബൈചേട്ടൻ മുടി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് കുക്കുവിൻ്റെയും മുടിയെടുത്തു. ഓക്കെ ആണോ? അങ്ങനെ ബൈജേൻ്റെ ടൈം കഴിഞ്ഞ് കുക്കുവിൻ്റെ ടൈം വന്നു. പിന്നെ കുക്കുവിന് ഫോണൊക്കെ കൊടുത്ത് ഇരുത്തി. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര കരച്ചിലായിരിക്കും, അങ്ങനെ ആകെ പ്രശ്നമാണെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവൾ നല്ല നല്ല കുട്ടിയായിട്ട് ഇരുന്നു. നന്നായിട്ട് മുടി വടിക്കാനൊക്കെ പറ്റി. പിന്നെ ആ ചേട്ടൻ കൈമ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കൊടുത്തു അവൾക്ക് അതുമ്മേക്ക് ശ്രദ്ധ പോകാനായിട്ട്. പിന്നെ എന്തൊരു കീ ചെയിനൊക്കെ കാണിച്ചു കൊടുത്തു. അത് കണ്ടോ, കീ ചെയിനൊക്കെ കറക്കി കാണിച്ചു കൊടുത്ത് അതൊക്കെ പിടിച്ചിരിക്കാൻ പറഞ്ഞു. ഭയങ്കര ആ ചേട്ടൻ അവളെ ഭയങ്കര കംഫർട്ടാക്കിയിട്ടാണ് കേട്ടോ അത് ചെയ്തു തുടങ്ങിയത്. അവൾക്ക് അതൊന്നും വേണ്ടായിരുന്നു. അവൾ അതൊക്കെ മാറ്റി മാറ്റി വേറെ വേറെ സാധനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ
അവൾ വളരെ നല്ല കുട്ടിയായിട്ട് അതെല്ലാം മുടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് വടിച്ച് കഴിയുന്ന വരെ ഇരുന്നു. ഞാൻ ആ വോയിസിൽ പറയുന്ന നാസ്തിയ എന്ന് പറയുന്നത് ഇവള് കണ്ടുകൊണ്ടിരിക്കുന്ന കാർട്ടൂണിലെ കുട്ടിയാണ്. അപ്പം ഞാൻ അതാണ് പറയുന്നത്, നാസ്തിയുടെ മുടി ഇത് കഴിഞ്ഞാൽ വെട്ടും, നിന്റെ മുടി വെട്ടിക്കഴിഞ്ഞാൽ അവളുടെ മുടി വെട്ടും എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അവൾ കാണുന്ന കുറച്ച് കാർട്ടൂണുകളിൽ ഒന്നാണ് നാസ്തിയ, ടോം ആൻഡ് ജെറി കാണും, പിന്നെ കാത്തു, അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് അവൾ കാണുള്ളൂ. അതിൽ നാസ്തിയനെ ഭയങ്കര ഇഷ്ടമാണ്. അത് അവളുടെ മേത്ത് മുടി വീഴുമ്പോഴേ അവള് തട്ടിക്കളയണതാ. നല്ല മുടി വരൂല കുക്കൂന്. ചെലപ്പോ നീരുള്ളൂ. ഞാനും ബൈജാണ് സംസാരിച്ചോണ്ടിരിക്കാൻ കേട്ടോ. ബൈജേട്ടൻ പറയുന്നു ചിലപ്പോൾ ഇനി മുടി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ചുരുണ്ട മുടി വരണമെന്ന്. അപ്പം ഞാൻ പറയുകയാണ് ചിലപ്പോൾ സ്ട്രെയിറ്റ് മുടി പോലത്തെ വന്നാലോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനത്തെ സംഭാഷണങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവളുടെ മേത്തേക്ക് കുറച്ചായപ്പോൾ അവൾക്ക് ഇങ്ങനെ മുടി അവളുടെ മേത്തേക്ക് വീഴുമ്പോൾ അവൾക്ക് അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ അവൾ ഓക്കെ ആയിരുന്നു, അവൾ കരച്ചിലൊന്നും ഉണ്ടായില്ല. കണ്ടൂടെ, അവൾ നല്ല നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്ന് തന്നു. അപ്പൂൻ്റെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റത്തെ കുറച്ച് പഠിച്ച് അവൻ ഭയങ്കര കരച്ചിലായിട്ട് ഞങ്ങൾ പിന്നെ നിർത്തി, പുറത്ത് പോയി കുറച്ച് നേരം അവനെ ഓക്കെ ആക്കിയിട്ടാണ് പിന്നെ വന്ന് ബാക്കി പഠിച്ചത്. അങ്ങനെ ഇവളങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരുന്ന് തന്നു. ചന്ദനം തേച്ചപ്പോഴും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ അവൾ പിന്നെ പറഞ്ഞു തലമുടി പോയി പോയി ചേട്ട എടുത്തു എന്നൊക്കെ പറയണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് മുട്ടയടിച്ചിട്ട് ഇവളുടെ മുഖം കാണാൻ ഭയങ്കര രസമായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുക്കുവിൻ്റെ മുട്ടയടിച്ചിട്ട് കുക്കുവിൻ്റെ മുഖം കണ്ടപ്പോൾ. ഞാൻ ബൈജാനെ കളിയാക്കായിരുന്നു കേട്ടോ, മുട്ടടിച്ചെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് മുട്ടടിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനത്തെ ഒരു ചെറിയൊരു പ്ലേ സ്റ്റേഷൻ പോലെ ഉണ്ട് അവിടെ. കുട്ടികൾ 2-3 ഐറ്റംസ് അതുമ്മ കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കരയാതെ മുട്ടയടിക്കാനൊക്കെ ഇരുന്നതല്ലേ, അങ്ങനെ അമ്മുനും കുക്കുനും കയറാൻ പറ്റി, അപ്പൂനും അതുമ്മ കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതുമ്മ കുറച്ച് നേരമൊക്കെ ഇരുത്തി അവർ എൻജോയ് ചെയ്ത്. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പക്ഷേ തമിഴ്നാട്ടിൽ വേളാങ്കണ്ണി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് കുൽഫി ഐസ്ക്രീം കിട്ടും, നീളം കോലുമ്പേ. അതിൻ്റെ ഏത് ഫ്ലേവർ എനിക്ക് കണ്ടാലും അറിയുള്ളൂ, പിസ്തയുടെ ഫ്ലേവറാണെന്ന് തോന്നുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഞാനൊരു 3 തിന്നും, അത്രയും എനിക്കിഷ്ടമാണ്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും കഴിച്ചില്ല. അതിന് പകരം നമ്മൾ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. കപ്പയും ചെമ്മീൻ റോസ്റ്റും കൂട്ടി അടിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയായി. നമ്മൾ പള്ളിയിൽ പോകുന്നു, ആസ് യൂഷ്വൽ പള്ളിയിൽ പോകുന്നു, കുർബാന കാണുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇനി ബാക്കി ചെയ്യണം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് അപ്പച്ചനും അമ്മച്ചിയും വേറെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ആ മാതാവിൻ്റെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു, മുട്ടുത്തി കയറുന്ന പള്ളിയിലെ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുർബാന കഴിഞ്ഞതിന് ശേഷം അപ്പച്ചനും അമ്മച്ചിയും കൂടി മുട്ടുത്തി കയറുന്ന പള്ളിയിൽ പോയി. അച്ചാച്ചൻ മെയിൻ ബസിലിക്കയിൽ പോയി കുറച്ച് നേരം ഇരുന്നിട്ട് റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പള്ളിയുടെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് കിട്ടുന്ന ഒരു കടയുണ്ട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് കുറച്ച് കൊന്ത, വെന്തിങ്ങ, പിന്നെ ഒരു കുരിശ്,
അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പയ്യെ, നല്ല വെയിലായതുകൊണ്ട് പയ്യെ പയ്യെ ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര, ഒന്നാമത് തല മുട്ടയടിച്ചപ്പോൾ കുഞ്ഞൊന്നും അധികം വെയിലത്ത് നടത്താൻ പറ്റൂല. പിന്നെ നമ്മളങ്ങനെ പയ്യെ പയ്യെ നടന്ന് അവിടെ എത്തി. അവിടെ നല്ല തണവായിരുന്നു, ഭയങ്കര AC കൂളിംഗ് ഉണ്ടായിരുന്നു, കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സുഖമായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും അപ്പച്ചനും അമ്മച്ചിയും വന്നു കേട്ടോ. പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഈ സ്റ്റേഷനറി കടയിലോട്ട് വന്നു. പുറത്തത്തെ അപേക്ഷിച്ച്, പുറത്തുള്ള കുറേ കടകളെ അപേക്ഷിച്ച് ഇവിടെയാണ് കേട്ടോ ഏറ്റവും വില കുറവ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ പല രൂപത്തിലുള്ള മെഴുകുതിരികളും രൂപങ്ങളും എല്ലാം ഇവിടെയുണ്ട്. പുറത്തേക്കാളും വളരെയധികം വില കുറവാണ് ഈ പള്ളി സ്റ്റാളിൽ. അപ്പം ഞങ്ങൾ കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോൾ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ മാതാവിൻ്റെ ചെറിയ രൂപങ്ങളായാലും വലിയ രൂപങ്ങളായാലും അങ്ങനത്തെ ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള പുറത്തൊരു കൗണ്ടറിലാണ് വെളിച്ചെണ്ണ നിറച്ച മാതാവിൻ്റെ രൂപങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ നടക്കായിരുന്നു. ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ അവരതിൽ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. രൂപങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടായാലും പുതിയ രൂപങ്ങൾ കൊണ്ടുവന്നിട്ടായാലും. ഇപ്പോൾ വലിയ നോമ്പ് ആരംഭിക്കുന്നത് കൊണ്ട് മറ്റേ കുരിശുകളും ഇങ്ങനെ അങ്ങനത്തെ കർത്താവിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ അങ്ങനത്തെ മുട്ടുകുത്തി കുരിശ് പിടിച്ചിട്ടുള്ള കർത്താവിൻ്റെ രൂപങ്ങളൊക്കെ കുറച്ചധികം കൂടുതലായിരുന്നു. പിന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെ പല സൈസിൽ, പല രൂപത്തിൽ, പിന്നെ പല കളറുകളിൽ അങ്ങനെയുള്ള വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപങ്ങളുണ്ടായിരുന്നു. പല മാതാവിൻ്റെയും ഫാത്തിമ മാതാ അങ്ങനെയൊക്കെയുള്ള മാതാവിൻ്റെയൊക്കെ രൂപങ്ങളുണ്ടായിരുന്നു. പിന്നെ പലതരം ഐറ്റംസ് ഇങ്ങനെ നമ്മൾ രൂപക്കൂടിൻ്റെ ഉള്ളിൽ ഭംഗിക്ക് വെക്കുന്ന ഐറ്റംസ്, മെഴുകുതിരിയുടെ സ്റ്റാൻഡ്, അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് അന്ന് ഉച്ചയ്ക്ക് വേഗം ഊണ് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്കുള്ളത് തിരിക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി ചോറ് വെച്ചിട്ടാണ് രാവിലെ പള്ളിയിലേക്ക് പോകുന്നത്. അത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് ഫ്രൈ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഫ്രണ്ടിലത്തെ ഷോപ്പിൽ കയറി. എല്ലാ ഷോപ്പിലൊന്നും കയറാൻ പറ്റിയില്ല. ഫ്രണ്ടിലത്തെ ഷോപ്പിൽ ജസ്റ്റ് കയറി അവർക്ക് തലയിൽ വെക്കാൻ 2 ക്യാപ്പും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് റൂമിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി നമ്മളൊരു 2:30 കൂടി വേളാങ്കണ്ണിയോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. എല്ലാ തവണയും വേളാങ്കണ്ണിയിൽ വന്ന് പോകുമ്പോഴും ഒരു സങ്കടമാണ്. വഴിയോർന്ന് പോവുകയാണല്ലോ, ഇനി നാളത്തെ കുർബാനയ്ക്ക് വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. പക്ഷേ മാതാവ് അനുഗ്രഹിച്ച് വേഗം തന്നെ തിരിച്ച് പിന്നെയും എത്താൻ സാധിക്കട്ടെ. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ വെച്ച് അവരുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താണ്. അത്ര നേരം കുക്കു കളിച്ചും ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അമ്മു ഉറങ്ങല്ല, അമ്മു കള്ളുറക്കാണ്. അത് കഴിഞ്ഞ് അവൾ അപ്പം തന്നെ എണീറ്റു കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തി വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഓൺ വോയിസ് എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നു ഈ റെക്കോർഡിങ്ങിനേക്കാളും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ സന്തോഷമായിട്ടുള്ള 2 ദിവസങ്ങൾ, കുറച്ച് നിമിഷങ്ങൾ വേളാങ്കണ്ണിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച്, മാതാവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഭയങ്കര സേഫായിട്ട് എത്തി. അങ്ങനെ പിന്നെ വന്നതിൻ്റെ ഇങ്ങനെ കുറേ നേരം ട്രാവൽ ചെയ്തതിൻ്റെയും പിന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന പോലെ ഒരു യാത്ര ചെയ്യുമ്പോൾ അതിൻ്റേതായ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ എന്നാലും വലിയ കാര്യം കുഴപ്പമൊന്നും ഇല്ലാതെ എല്ലാവരും എത്തി. അപ്പോൾ വന്ന വഴിക്കുള്ള കുറച്ച് ക്ലിപ്പിങ്സാണ് ഇതൊക്കെ കേട്ടോ. തമിഴ്നാട്ടിലെ റോഡ് പറയാതെ വയ്യ. എല്ലാം വളരെയധികം നല്ല റോഡ്, ഒരു കുണ്ടും കുഴിയുള്ള റോഡ് പോലും കണ്ടില്ല. പണിയുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ, കുറേ നരകിച്ചിട്ടൊക്കെയാണ് പോയത്. പക്ഷെ ഇപ്പോൾ എല്ലാം ഭയങ്കര ക്ലീൻ, ഭയങ്കര നല്ല റോഡുകളാണ്. കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ റോഡുകൾ കുറച്ചും കൂടി നല്ലതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പിന്നെ അവിടെ കുറച്ചും കൂടി സ്ഥലമുള്ളതിന് അവർക്ക് നല്ല വീതിയിൽ റോഡുകളുണ്ട്. അതായത് 4 വരി പാത പോലെ തന്നെ 2 ലൈൻ ഒരു സ്ഥലത്തേക്കും, ഒരു സൈഡിലേക്കും 2 ലൈൻ മറ്റു സൈഡിലേക്കായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കയറുമ്പോൾ മനസ്സിലാവും റോഡ് ഇടുങ്ങി വരും, ആ വീതിയൊക്കെ കുറയും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുറ്റപ്പെടുത്തലല്ല, അവർക്ക് കുറേയധികം സ്ഥലമുണ്ട്, അവിടെ വികസനം വരാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി ചായ കുടിച്ചു. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഒരു തട്ടുകടയിൽ കയറിയാണ് ഭക്ഷണം കഴിച്ചത്. തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴും സെയിം തട്ടുകടയിൽ നിന്നിട്ട് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചത്. അവിടുത്തെ ഫുഡ് നല്ലതായിരുന്നു. നല്ല ചൂട് ദോശയും സാമ്പാറും ചട്നിയും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ട് 2-3
പമ്പിലൊക്കെ കയറി. പിന്നെ തമിഴ്നാട്ടിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുള്ള ബാത്റൂമുകൾ, പെട്രോൾ പമ്പിലെ ബാത്റൂമുകൾ നമ്മൾ വിചാരിക്കും ഭയങ്കര മോശമാണെന്ന്, പക്ഷെ ഇതുവരെ എനിക്കൊരു വേസ്റ്റ് അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ അതേ സമയം ഒരു ഹോട്ടലിലെ ബാത്റൂമിൽ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഈ പെട്രോൾ പമ്പുകളിലെ ബാത്റൂമുകൾ വളരെ നല്ലതാണ് കേട്ടോ. അവരത്രയും ക്ലീൻ ചെയ്യുന്നുണ്ട്. അതിന് ക്യാഷ് അവർക്ക് കൊടുത്താലും കുഴപ്പമില്ല, അവർ ക്യാഷൊന്നും വാങ്ങില്ല, ഫ്രീ സർവീസാണ്. പക്ഷെ എങ്കിലും ഞാൻ പറയാണ്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗ്ലാസ്സുമ്പോൾ കഴുക്കും പൊടിയൊക്കെ ആയിട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 12:30 കൂടിയൊക്കെ തന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ വളരെ സന്തോഷം നിറഞ്ഞ സ്വസ്ഥതയുള്ള നിമിഷങ്ങളെല്ലാം എല്ലാമായിരുന്നു. അങ്ങനെ നല്ലൊരു അടിപൊളി വേളാങ്കണ്ണി ട്രിപ്പ്. ഇനി പെട്ടെന്ന് തന്നെ പിന്നെയും വേളാങ്കണ്ണിയിലേക്ക് പോകാൻ സാധിക്കട്ടെ. പിള്ളേരും എല്ലാവരും എൻജോയ് ചെയ്ത് അവർ 2 ദിവസത്തെ ക്ലാസ്സൊക്കെ റെക്കോർഡിങ് ക്ലോസ് ആയിപ്പോയി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതൊരു വേളാങ്കണ്ണി യാത്രയുടെ വ്ളോഗാണ്. അങ്ങനെ നല്ലൊരു ദിവസങ്ങൾ നല്ലൊരു യാത്രകൾ, തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരെയും വേളാങ്കണ്ണി മാതാവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കലും പോകാൻ പറ്റാത്തവർ ഇനിയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പിന്നെയും വേളാങ്കണ്ണിയിൽ എത്താൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരോടും ബൈ.